സങ്കീർത്തനം 37 അധ്യായം അതിൻ്റെ 23 24 വാക്യം. സങ്കീർത്തനങ്ങൾ 37 അതിൻ്റെ 23 24 വാക്യം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിചാകുകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കും. നാം ഇത് കേട്ടാൽ തോന്നും, ഒരു വഴിയാത്രയിൽ അവൻ്റെ വഴി നല്ലതാണെങ്കിൽ അതിൽ പ്രസാദം തോന്നിയിട്ട് അവൻ്റെ യാത്ര നല്ലതാക്കി തീർക്കും എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. എന്നാൽ അത് താഴോട്ട് വീണ്ടും വായിക്കുമ്പോൾ, അവൻ വീണാലും നിലം പരിചയാകുകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജസ്റ്റ് ഒരു വഴിയാത്രയിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഈ ജീവിത വഴിത്താരയിൽ, ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ, അവൻ്റെ ജീവിതയാത്രയിൽ എന്നുള്ള ബന്ധത്തിലാണ് നമുക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ വചനധ്യാനത്തോടുള്ള ബന്ധത്തിൽ ഞാനും ഒരു യാത്രയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ആളുകളുടെ യാത്രകളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. മാറി മാറി ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ കൂടാരമടിക്കും. അതോടൊപ്പം തന്നെ ഒരു യാഗപീഠം പണിത് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഉള്ള ആ രീതിയിൽ യാത്ര ചെയ്യുന്നതായിട്ട് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ മരുഭൂമിയിലൂടെ 40 നീണ്ട നാളുകൾ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ യാത്രയിലൊക്കെ നമ്മുടെ യാത്ര എങ്ങനെയാണ്, നാം ഈ യാത്രയെ ഒക്കെ ഓർക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവ പൈതൽ എന്നുള്ള ബന്ധത്തിൽ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നാം എന്തുമാത്രം വിശ്വസ്തയോടുകൂടി, അല്ലെങ്കിൽ ആ ജീവിതയാത്ര എങ്ങനെ നയിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു യാത്രയെ ആധാരമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വളരെ സമയമുണ്ട്. എന്നാൽ സാധാരണ നമ്മൾ എടുക്കുന്നത് പോലെ ഒരു 25 മിനിറ്റിൽ കൂടുതലൊന്നും ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാലൊരു ഉത്തേജനത്തിന് വേണ്ടി, വഴിയാത്രയിൽ പലപ്പോഴും നമുക്ക് ഒരു നന്മ ചെയ്യുവാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാം നമ്മുടെ യാത്രയിൽ എന്തുമാത്രം നന്നായി ആ യാത്ര ചെയ്യും, അതുതന്നെയാണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അത് നമ്മുടെ ജീവിതയാത്രയിലും അത് ഏറെ പ്രയോജനം ചെയ്യും. അത് ഒരു ഈ ലോകത്തിലുള്ള ഒരു കഥ ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കാം. കഥയല്ല, ആക്ച്വലി അത് ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു കൃഷിക്കാരൻ ഒരു കൃഷി സ്ഥലത്ത് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്ന് ഒരു ബാലൻ്റെ കരച്ചിൽ കേൾക്കാം. അപ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ ശ്രദ്ധിച്ചു, എവിടെയാണെന്ന് നോക്കി. എന്നിട്ട് അദ്ദേഹം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എവിടുന്ന് ഒരു കരച്ചിൽ വരുന്നുണ്ട്. അദ്ദേഹം അവിടേക്ക് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കുഴിയിൽ, ഒരു ചെളിക്കുണ്ടിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു ബാലനെയാണ് കണ്ടത്. അവിടെ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയാതെ അവൻ വിളിച്ചു കരയുകയാണ്. ആരും കേൾക്കുന്നില്ല. എന്നാൽ ഒരു ദൈവനിയോഗം എന്നതുപോലെ ആ കൃഷിക്കാരൻ അത് കേൾക്കുവാനും ആ കൃഷിക്കാരൻ ആ ബാലൻ്റെ അടുത്തേക്ക് കടന്നു പോകുവാനും ഇടയായി. ആ ബാലനെ കണ്ട മാത്രയിൽ തന്നെ ആ ബാലനെ ആ കുഴിയിൽ നിന്ന് രക്ഷിച്ചു. അവനെ നല്ല രീതിയിൽ അവനെ പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് വിട്ടു. എന്നാൽ അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ ഒരു വലിയ കാർ എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള ഒരു വണ്ടിയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ കുടിലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്താണെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്നലെ നിങ്ങൾ രക്ഷിച്ച ആ ബാലൻ അത് എൻ്റെ മകനായിരുന്നുവെന്ന്. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. എന്നാൽ അദ്ദേഹം വീണ്ടും പറയുകയാണ്, ആ ബാലനെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് എന്താണ് ഞാൻ തരേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും കൂലി ചോദിച്ചോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പാരിതോഷികം തരാൻ ആഗ്രഹിക്കുന്നെന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ ഈ കൃഷിക്കാരൻ പറയുകയാണ്, ആ മകനെ രക്ഷിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഒരു പാരിതോഷികമോ കൂലിയുടെ ആവശ്യമില്ല. അത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു, എൻ്റെ കടമയായിരുന്നു. ഞാൻ ആ കടമ നിവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ പെട്ടെന്ന് ആ കുടിലിനുള്ളിൽ നിന്ന് ഒരു ബാലൻ നടന്നു വരുന്നുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. അപ്പം ആ
മകനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുവാനും കഴിയും വളരെ എന്താണ് പറയുന്നത്, ക്ഷീണിച്ച അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പൈതലായിട്ടാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ ആ കുഞ്ഞിനെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം എൻ്റെ മകനോടൊപ്പം എൻ്റെ മകനായി കണ്ട് ഞാൻ അവനെ പഠിപ്പിക്കാം, അതിനെങ്കിലും ഉള്ള ഒരു സാവകാശം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൃഷിക്കാരൻ അതിന് സമ്മതിക്കുകയുണ്ടായി. അദ്ദേഹം തൻ്റെ മകനോടൊപ്പം ആ കുഞ്ഞിനെ പഠിപ്പിച്ചു, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തു, സമൂഹത്തിൽ ഏറ്റവും ഉന്നതമെന്ന് പറയുന്ന വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകി മെഡിസിൻ പഠിപ്പിക്കുവാനിടയായി. അദ്ദേഹത്തിന് ലണ്ടനിലെ വലിയ ഒരു കോളേജിൽ, സെൻറ്റ് മേരീസ് കോളേജിൽ മെഡിസിനൊക്കെ പഠിപ്പിച്ചു. അദ്ദേഹം അതിൻ്റെ ഗവേഷണത്തിലും നിരീക്ഷണത്തിലും ഒക്കെ വലിയ ഒരു ഡോക്ടറായി തന്നെ മാറി. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതധാരയിൽ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ തുടക്കക്കാരനായ പെൻസിലിൻ എന്ന് പറയുന്ന ആ മരുന്ന് കണ്ടുപിടിക്കുവാൻ ഇടയായ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആ കർഷകൻ്റെ പുത്രനാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആ പെൻസിലിൻ കണ്ടുപിടിച്ച ആ വ്യക്തി. എന്നാൽ ആ വ്യക്തി പെൻസിലിൻ കണ്ടുപിടിച്ചു എന്നുള്ളതിൽ ഉപരിയായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ധനികനായ മനുഷ്യൻ്റെ മകൻ, അദ്ദേഹവും പഠിച്ചു, വലിയ ആളായി. അദ്ദേഹം ആ സ്ഥലത്തെ എന്ന് പറഞ്ഞാൽ 1942 മുതൽ 1945 വരെ ബ്രിട്ടീഷ് ഭരിച്ച വിൽസൺ ചർച്ചിൽ എന്ന് പറയുന്ന ഒരു മഹാനായ പ്രധാനമന്ത്രിയായി തീരുവാനായിട്ടാണ് അദ്ദേഹത്തിന് ഇടയാക്കിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ കാലയളവിനുള്ളിൽ അദ്ദേഹത്തിന് ഒരിക്കൽ ന്യൂമോണിയ പിടിപെട്ട് മരണത്തിൻ്റെ വക്കോളം എത്തി. എന്നാൽ ആ സമയത്ത് അതിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഈ പെൻസിലിൻ ഇഞ്ചക്ഷനാണ് അതിനെ വിടുവിക്കുവാനായിട്ട് ഇടയായത്. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ്. ഇതുപോലെ ഉള്ള ചിന്തയിൽ നിന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ യാത്രയിൽ അങ്ങനെ ആ കർഷകന് ഒരു നന്മ ചെയ്യുവാനായിട്ട് ഇടയായതുകൊണ്ട് ആ നന്മയ്ക്ക് തൻ്റെ ജീവിതത്തിൽ തന്നെ അനേക ഫലം ഉണ്ടാകുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ് ഞാൻ ഇന്ന് യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാം പരിചയമുള്ള ഒരു യാത്രികൻ്റെ കഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമില്ല, പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് ഞങ്ങൾക്കറിയാവുന്ന കഥയാണ്, വളരെ കേട്ട് മടുത്ത ഒരു കഥയാണ്, ഇതിൽ നിന്ന് എന്താണ് പറയാനുള്ളത്. എന്നാൽ ഇന്നത്തെ പ്രത്യേക ചിന്തയ്ക്ക് വേറൊരു വീക്ഷണത്തിലൂടെ യാത്രയിൽ എന്തൊക്കെയാണ് അബദ്ധങ്ങൾ പറ്റുന്നത്, ആ യാത്ര എങ്ങനെയാണ് നയിക്കേണ്ടത്, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ നല്ലൊരു യാത്രികനായിട്ട് തീരുവാനിടയാകും എന്നുള്ള ചിന്തയെ ആസ്പദമാക്കി നമുക്ക് യോനായിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അമിത്യായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് ദുഷ്ടത ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫേവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ ആ തർശീശിലേക്ക് പോയിക്കളയുവാൻ അതിൽ കയറി. നമുക്ക് ഈ പറയുന്ന കഥ പൂർണ്ണമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ തന്നെയാണ് വേദപുസ്തകത്തിൽ യോനായുടെ ആ ജീവിതയാത്രയെക്കുറിച്ച്. നമുക്കറിയാം, ഈ യാത്രയെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ നാമും ഈ ലോകത്തിലായിരിക്കുമ്പോൾ പല യാത്രകൾ ചെയ്യുന്നവരാണ്. ഇന്ന് നമ്മുടെ പ്രിയ സണ്ണി സഹോദരൻ തിരുവനന്തപുരത്തെ യാത്രയിൽ അവിടെ ആയിരിക്കുന്നു. അതുപോലെ ഡോക്ടർ ഇന്ന് നമ്മളോടൊപ്പമില്ല, അദ്ദേഹം US യാത്രയിലാണ്. യാത്രയ്ക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ പോയിരിക്കുന്നത്. അവർ പോകുവാനായിട്ട് അവർക്ക് പ്രത്യേക വിളി അതിനായിട്ട് ലഭിക്കുന്നുണ്ട്. ആ വിളി അവർ മാനിച്ച് ആ സ്ഥലത്തേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ യാത്ര ചെയ്യണം, വണ്ടിയിൽ പോകണോ, വിമാനത്തിൽ പോകണോ, അല്ലെങ്കിൽ കപ്പലിൽ പോകണോ, ഇതൊക്കെ പ്ലാൻ ചെയ്ത് വളരെ അനുഗ്രഹകരമായിട്ട് ആ കാര്യങ്ങൾ നിവർത്തിക്കും. എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ അരുളപ്പാട്
ഈ അമിത്യായുടെ മകനായ യോനായ്ക്കുണ്ടാകുകയാണ്. ഇവിടെ അമിത്യായി എന്ന് പറഞ്ഞിരിക്കുന്ന പിതാവിൻ്റെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കുടുംബപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ പിതാവിൻ്റെ മഹിമയോ ഒന്നുമല്ല. ദൈവത്തെ അറിയുന്ന ഒരു വിശ്വസ്ത ദൈവത്തിൻ്റെ സാക്ഷി എന്നുള്ള നിലയിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് യോന എന്നുള്ളത് നമുക്ക് താഴോട്ടുള്ള ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവനെ ദൈവം വളരെയേറെ പ്രിയപ്പെടുന്ന, ദൈവത്തിന് പ്രസാദമുള്ള ഒരു മനുഷ്യനാണ്. അവൻ്റെ വഴിയിലൊക്കെ അവൻ തെറ്റ് ചെയ്തിട്ടും അവനോട് കൂടെ ഇരുന്നത് ദൈവത്തിന് അവനോട് പ്രസാദമുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ യോനായ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്. നാം പലപ്പോഴും മാനുഷിക ആളുകളുടെ വിളിയിൽ അല്ലെങ്കിൽ അവരുടെ ക്ഷണത്തിലൊക്കെയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത്. എന്നാൽ വലിയവനായ ദൈവം വലിയൊരു ഉദ്ദേശത്തോടു കൂടി വളരെ ഒരു ഉത്തരവാദിത്വം ഫലമേൽപ്പിച്ചുകൊണ്ട് യോനായെ നിനവയിലേക്ക് പോകുവാനായിട്ട് യോനായ്ക്ക് അരുളപ്പാടുണ്ടാകുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയ യോനായുടെ ജീവിതത്തിലും സാക്ഷ്യവും കണ്ട് ദൈവം അത്രയേറെ യോനായ്ക്ക് ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ യോഗ്യനായ പുരുഷനാണ് എന്ന് മനസ്സിലാക്കി ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ നമുക്കറിയാം, അത് പുല്ല് വില പോലും കൊടുക്കാതെ നിനവെ എന്ന് പറയുന്നതിന് പകരം തർശിഷിലേക്ക് പോകുവാൻ കപ്പൽ കയറിയ ഒരു യോനായാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ യാത്രയുടെ തുടക്കം മുതൽ ഓരോ കാര്യങ്ങളും നാം ഓർത്തതുപോലെ, ഈ ഞാൻ ആദ്യം വായിച്ച വാക്യത്തിൽ നാം ചിന്തിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ യോനയുടെ യാത്രയോടുള്ള ബന്ധത്തിൽ ഓരോ ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിയാനം വരുത്തുവാൻ ആവശ്യമുണ്ടോ എന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ടത് യാദൃച്ഛികമായിട്ടല്ല. ഒരിക്കലും നാം വചനത്തിൽ വായിക്കുന്നത് ഉലകസ്ഥാപനത്തിന് മുൻപേ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ ദത്തെടുത്തെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ മകനായതുകൊണ്ടല്ല ഒരിക്കലും ഞാൻ ഒരു ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്തയോ വിചാരമോ ഉണ്ടെങ്കിൽ അത് അമ്പേ തെറ്റാണ് എന്ന് ഞാൻ ഈ സമയം ഓർപ്പിക്കുകയാണ്. കാരണം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ നോയൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ നിയോഗം അവനോട് ഈ ഉലകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, എൻ്റെ അപ്പൻ നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഞാൻ നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ ഒരിക്കലും ആയിത്തീരത്തില്ല. എന്നെ തിരഞ്ഞെടുത്തത് ഉലകസ്ഥാപനത്തിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അവൻ്റെ നിയോഗമാണ് എന്നെ രക്ഷിക്കണം, എന്നെ കർത്താവിന് എൻ്റെ മകനാക്കി തീർക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ നാം ഏതൊരു കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ എത്ര വഴിതെറ്റിയ വഴിയിലൂടെ സഞ്ചരിച്ചാലും അതും നമ്മെ ദൈവത്തോട് അകറ്റുവാനായിട്ട് ഇടയാകത്തില്ല. ദൈവം തക്ക സമയത്ത് നമ്മെ വിളിക്കും. ആ വിളിക്കുവാനായിട്ട് പലപ്പോഴും ദൈവത്തിന് ചില നിയോഗങ്ങളുണ്ട്. നമുക്കറിയാം, കോരഹപുത്രന്മാരെ സംബന്ധിച്ച് നാം ഓർക്കുമ്പോൾ അവർ കോരഹ ദൈവത്തോട് എന്താണ് പറയുന്നത്, മത്സരിച്ച് അവർ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതരായി തീർന്നെങ്കിൽ അവരുടെ മക്കളെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് അവർക്കിടയാകുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ കുടുംബപരമായിട്ടുള്ള യാതൊരു പശ്ചാത്തലങ്ങളും ദൈവത്തോടുള്ള ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പിന് അതൊരു തടസ്സമോ അതൊരു വഴിയോ അതൊരു കാരണമോ ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ നമ്മോടുള്ള ആ നിയോഗം, നമ്മോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി, അത് നിത്യത ഉലകസ്ഥാപനം അതിനു മുൻപേ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഓക്കെ, അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള യോന, നിയോഗം ലഭിച്ച യോന ഇവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ അരുളപ്പാട് മറുതലിച്ച് നിനവയിലേക്ക് പോകുവാൻ പറയുന്ന യോന തർശിഷിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇത്രയേറെ നിയോഗമുള്ള ദൈവത്തിൻ്റെ പുത്രിമാരായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് നൽകുന്ന അരുളപ്പാടുകളെ നാം പുല്ലുവിലയ്ക്കാണോ എടുക്കുന്നത്? അതെന്തുമാത്രം അതിനെ ഗണ്യമായി നാം കണക്കിടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെന്തുമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ട അത്യാവശ്യമുണ്ട്. പലപ്പോഴും നമുക്ക് ദൈവം യോനായോട് സംസാരിച്ചതുപോലെ, യോനായോട് ഇടപെട്ടതുപോലെ ഒരു പ്രത്യേകമായ സ്ഥലത്തിൽ പ്രത്യേകമായ രീതിയിൽ ഒരുപക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായെന്ന് വരത്തില്ല. ഈ
കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം, കൃപായുഗത്തിൻ്റെ വലിയ പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ ആ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ ആ എല്ലാ നിയോഗങ്ങളും, നമ്മോടുള്ള ദൈവത്തിന് പറയുവാനുള്ള സകല കാര്യങ്ങളും അവൻ എഴുതി നമുക്ക് പുസ്തക രൂപേണ ഇന്ന് നമ്മുടെ കരങ്ങളിൽ അവൻ തന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് വായിച്ച് ഇതിൽ നിന്ന് എന്തെല്ലാം ജ്ഞാനം പ്രാപിക്കുവാൻ, എന്തെല്ലാം അറിവുകൾ പ്രാപിക്കുവാൻ, എന്തെല്ലാം യാത്രയ്ക്ക് ആവശ്യമാർന്ന നിർദ്ദേശങ്ങൾ പ്രാപിക്കുവാനൊക്കെ മതിയാകുന്ന എല്ലാ തിരുവെഴുത്തുകളും ഈ തിരുവെഴുത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നാം ഏറ്റവും പ്രധാനമായി അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ജീവിതയാത്രയിൽ നാം സഞ്ചരിക്കുമ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രയാസങ്ങളുടെ ഘട്ടത്തിലും അല്ലെങ്കിൽ നാം അതിലെടുക്കുന്ന തീരുമാനങ്ങൾ ഇത് യുക്തമാണോ, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഈ വചനത്തിൽ നോക്കി, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നമുക്ക് വിചിന്തനം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കോചമില്ല. കാരണം നമ്മുടെ വഴിത്താരയിൽ നാം പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ വചനത്തിന് വിരുദ്ധമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ പൊന്നോമന പുത്രൻ്റെ പുണ്യാഹ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്നുള്ള നിലയിൽ അവന് നമ്മളോടുള്ള അരുളപ്പാടുകളെ അത് അനുഷ്ഠിക്കാതെ, അവന് നമ്മോടുള്ള ആജ്ഞകളെ അനുസരിക്കാതെ അതിനെ നാം ത്യജിച്ചു കളയുമ്പോൾ ദൈവം അവൻ എത്രയധികം ദുഃഖിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യരുതെന്ന് വളരെ അസന്നിഗ്ധമായി തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കേണ്ടതിനും അവനോട് ആലോചന ചോദിക്കേണ്ടതിനായിട്ടും ആ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള അത്യാവശ്യം ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ യാത്രയിൽ അവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് മറുതലിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്ത് യാത്രയ്ക്കായിട്ട് തർശീശിലേക്ക് പോകുന്ന കപ്പൽ തിരഞ്ഞെടുക്കുകയാണ്. ആ കപ്പലിൽ ചെന്നതിന് ശേഷവും അവൻ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി കിടന്നിട്ട്, ഞാൻ എല്ലാ ഭാഗങ്ങളും വായിക്കുന്നില്ല, ശരിക്കും വായിച്ചാൽ പോലും 4 അധ്യായങ്ങൾ മാത്രമുള്ളൂ. ഇതിലെല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതിലും കൂടുതൽ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനത് ജസ്റ്റ് പ്രതിപാദിച്ച് മുൻപോട്ട് പോകട്ടെ. അതിൻ്റെ അടിത്തട്ടിൽ ചെന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാനും എൻ്റെ ജീവിതയാത്രയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം ആദ്യം ഇതാണ്. കൂടുതലും ഞാൻ ജോലി ചെയ്തിട്ടുള്ളതൊക്കെ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ യാത്ര ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളിലാണ്. കാരണം പഞ്ചാബ്, അതുപോലെ UP, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, പിന്നെ കാശ്മീർ എന്ന് പറഞ്ഞാൽ ഡൽഹി ചെന്നിട്ട് പിന്നെയും ഒരു ദിവസം കൂടി യാത്ര ചെയ്യണം. അപ്പം മിക്കവാറും എൻ്റെ യാത്രയിലൊക്കെ ഞാൻ ചെയ്യുന്നത് ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് കിട്ടുന്ന റിസർവേഷൻ ടിക്കറ്റ് മാക്സിമം ലഭിക്കാനായിട്ട് നോക്കും. റിസർവേഷൻ നമുക്ക് പറയുന്ന സീറ്റിനകത്ത് എവിടെയെങ്കിലും ബാഗൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഞങ്ങളൊരു ചങ്ങലയൊക്കെ അതിനിട്ട് പൂട്ടും. വെറുതെ അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല, പൂട്ടിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. ഫുൾ ഉറക്കമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഉറങ്ങുവാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ടിക്കറ്റ് എടുത്ത് എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്, അവധിക്കാണ് വരുന്നത്, എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല, ഞാൻ സുഖമായിട്ട് ഉറങ്ങും. പക്ഷേ ഇവിടെ യോനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടിനെ മറുതലിച്ചിട്ട് അവൻ പോകുന്ന ഒരു യാത്രയാണ്. അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ അവൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത് നിനവേ പട്ടണത്തിൽ പോയി അവിടെ നിനവേക്കാരോട് ദൈവവചനം പ്രസംഗിക്കുവാനായിട്ടാണ് അവൻ അരുളപ്പാട് ലഭിച്ചിരിക്കുന്നത്. ആ അരുളപ്പാടിനെ പൂർണ്ണമായും ത്യജിച്ചുകൊണ്ട് ആ പോകുന്ന സ്ഥലത്തിന് പകരം വിപരീത ദിശയിലുള്ള മറ്റൊരു സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സുഖമായിട്ട് കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. എങ്ങനെ ഉറങ്ങാൻ കഴിയും? ഉറങ്ങാൻ ഒരിക്കലും കഴിയത്തില്ല. തെറ്റി എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ വഴി തെറ്റി, നാം പോകുന്ന റൂട്ട് തെറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്കലാപ്പിൽ ചാടി എണ്ണീറ്റ് ഏറ്റവും പെട്ടെന്ന് വണ്ടി നിർത്തുന്നിടത്ത് നാം ഇറങ്ങാൻ ശ്രമിക്കും. ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത് എന്ന് എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. എന്നാൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൻ്റെ പ്രിയ കുഞ്ഞുവൻചാൻ വായിച്ച വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നാം ചിന്തിച്ചത് അത് തന്നെയാണ്. കാലം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലെത്തിയിരിക്കുന്ന ഈ നാളുകളിൽ നാം എത്ര ജാഗ്രതയോടുകൂടി ഈ ലോക ജീവിതം നയിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ എങ്ങനെ ജാഗ്രതയില്ലാതെ നമുക്ക് ഇരിക്കുവാൻ കഴിയും? യോനയെ പോലെ ഉറങ്ങുന്ന അവസ്ഥയിൽ നമുക്ക് എങ്ങനെ ആകുവാൻ കഴിയും?
നാം പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ അങ്ങനെ അലംഭാവമുള്ളവരായി, അല്ലെങ്കിൽ അങ്ങനെ ഉറക്കത്തിൻ്റെ നിലയിൽ നാം പലപ്പോഴും ആയിത്തീർന്നിട്ടില്ലേ? നമുക്ക് ഇനിയും സമയം ധാരാളം ഇല്ല. ഏത് സമയവും, ഇപ്പോൾ ആയിരിക്കുന്ന സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവവചനം കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജനനത്തോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനത്തിൻ്റെ എത്ര ഉണ്ടോ, ഏകദേശം പറയുന്നത് 300 പ്രവചനങ്ങളുണ്ടെന്നാണ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച്. ആ ജനനത്തിൻ്റെ 300 പ്രവചനങ്ങളുണ്ടെങ്കിൽ 1500ഓളം പ്രവചനങ്ങളുണ്ടെന്നാണ് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിന് ഇനിയും ഒരു പ്രവചനങ്ങളും ബാക്കിയില്ലാതെ, എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു പ്രവചനം നിവൃത്തിയാകുവാനുണ്ടെങ്കിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അത്രയും ഏറ്റവും അടുത്ത് നാം കർത്താവിൻ്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നാം ആയിരിക്കുന്ന നാളുകളിൽ നാം എന്തുമാത്രം ജാഗ്രതയോടുകൂടി ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഓർക്കേണ്ട ആവശ്യമുണ്ട്. നാം പലപ്പോഴും ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. നമുക്ക് ഇനിയും അധികം സമയമില്ല. ഏത് നിമിഷവും കർത്താവിൻ്റെ ആ കാഹളത്തിൻ്റെ ധ്വനി ഉണ്ടാകാം. അതിനുവേണ്ടി ഇനിയും ഈ കാര്യങ്ങൾ കൂടി നടന്നാൽ മാത്രമേ കാഹളം ധ്വനിക്കൂ എന്ന് പറയുവാനായിട്ട് ഒരു വേദപുസ്തകം വായിക്കുന്ന ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അങ്ങനെ ആരും പറയുന്നതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാ വേദപണ്ഡിതന്മാരും അസന്നിഗ്ധമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരു പ്രവചനവും നിവൃത്തിയാകുവാനായിട്ടില്ല. ഇനിയും ഏറ്റവും ആദ്യം നടക്കാനുള്ളത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അത്രയും ഏറ്റവും അടുത്ത് എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം. നമ്മളെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. കർത്താവിനെ രക്ഷിതാവായി വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്നുള്ള നിലയിൽ നാം ഈ ലോകത്തിൽ എന്ത് ജോലിയിലായിരിക്കുന്നു, എന്തുമാത്രം ധനികനാണോ, അല്ലെങ്കിൽ എന്തുമാത്രം പാപ്പരാണോ, അല്ലെങ്കിൽ എത്ര മിടുക്കനാണോ, എത്ര സുന്ദരനാണോ, എത്ര പ്രാഗൽഭ്യമുള്ളവനാണോ എന്നുള്ളതൊന്നുമല്ല ദൈവം. കർത്താവ് തൻ്റെ പുത്രന് ഈക്വലായിട്ടാണ് തൻ്റെ മക്കളെ വീണ്ടെടുക്കപ്പെട്ട് പുത്രന്മാരുമാക്കി നമ്മെ വെച്ചിരിക്കുന്നത്. മാത്രമല്ല, കർത്താവ് ഈ ലോകത്തിൽ ആ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവ് നമ്മെ അവനോട് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ചില നാളുകൾക്ക് ശേഷം, വളരെ ലിമിറ്റഡായ പീരീഡിനുള്ളിൽ വീണ്ടും ഈ ഭൂമിയെ 1000 ആണ്ട് ഭരിക്കുവാനായിട്ട് തൻ്റെ ആ മണവാട്ടി സഭയോട് ചേർന്ന് ഈ ഭൂമിയിലേക്ക് വരും. അപ്പോൾ ഈ മണവാട്ടി സഭയ്ക്ക് ഉള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയെ അവനോട് കൂടെ വാഴും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് മഹാരാജാവായി ഈ ഭൂമിയെ ഭരിക്കുമെങ്കിൽ കർത്താവിനെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഈ ഭൂമിയിൽ കർത്താവിനോട് കൂടെ വാഴും. എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തർക്കും വളരെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ട്. ഈ ലോകം ഭരിക്കുന്ന ആ സമയത്ത് കർത്താവ് ഭരിക്കുമെങ്കിലും അതിൻ്റെ പല കാര്യങ്ങളും ചെയ്യുവാൻ അവനോട് കൂടെ വാഴുന്നത് തൻ്റെ മക്കള, അല്ലെങ്കിൽ താൻ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, അവൻ നമ്മോട് കൂടെ ഈ ഭൂമിയിൽ വാഴും എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം അത്ര ഏറെ പ്രസക്തിയുള്ള വ്യക്തിത്വങ്ങളാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഓരോ ദൈവവൈതലും. അപ്പോൾ നാം എന്തുമാത്രം നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യമുണ്ട്. നാം എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന് എത്രയോ പ്രഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് നാം മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം അവൻ്റെ ആ പ്രത്യക്ഷതയ്ക്ക് ആ പ്രത്യാശയോടെ ഇരിക്കുന്ന നാം എന്തുമാത്രം ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരണം. അവൻ്റെ വഴിയാത്രയിൽ അവന് പ്രസാദമുള്ള നമ്മുടെ ഗമനം ആക്കി തീർക്കുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. വീണ്ടും താഴോട്ട് നാം വായിക്കുകയാണെങ്കിൽ, യോന ഇങ്ങനെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ സുഖകരമായിട്ട് ഉറങ്ങാവുന്ന ഒരു യാത്രയായിരുന്നില്ല ആ കപ്പലിൻ്റേത്. ആ കപ്പൽ ഇതാ ആടി ഉലയുകയാണ്. അത് ഏത് സമയവും ആ കടലിൽ മുങ്ങിപ്പോകാവുന്ന അവസ്ഥയിൽ അതുപോലെ കാറ്റും കോളും കൊണ്ട് അതിനെ ഇങ്ങനെ നമ്മൾ പിക്ചറുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു തിരമാലയും വലിയ കൊടുങ്കാറ്റും മാരിയുമൊക്കെ ഉണ്ടായാൽ ഒരു കപ്പൽ എങ്ങനെ യാത്ര ചെയ്യുമെന്ന്, റോഡിലൂടെ ശാന്തമായി യാത്ര ചെയ്യുന്നത് പോലെ അല്ല ഒരിക്കലും ഒരു കപ്പൽ വെള്ളത്തിലൂടെ പോകുന്നത്. തിരമാല പൊങ്ങുമ്പോൾ അത് പൊങ്ങും, പെട്ടെന്ന് താഴുമ്പോൾ താഴും, ചിലപ്പം മറിഞ്ഞു പോയേക്കാം. അങ്ങനെയുള്ള വലിയ സംഘടന
സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ ആ കപ്പൽ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി ദൈവം ഈ പ്രകൃതി എന്ന് പറയുന്നത് ദൈവമായിട്ടാണ് ചിലരൊക്കെ കരുതുന്നത്. അവിടെയുള്ളവർ ആ പ്രകൃതിയാകുന്ന ദൈവങ്ങളെ വിളിക്കുവാനും അവരവരുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങി. അവിടെയുള്ള സാധാരണ മനുഷ്യർക്കും മനസ്സിലായി ഇതൊരു ദൈവീക കോപം കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണല്ലോ. ഈ ലോകം അങ്ങനെയാണ് അത് ലോകം മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നോക്കിയാണ് ഈ യോന എന്ന് പറയുന്ന ആള് വളരെ സുഖമായിട്ട് ശാന്തമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അദ്ദേഹത്തെ ഉണർത്തുകയാണ്. നീയും ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് അവർ അവിടെ പറയുകയാണ്. അങ്ങനെ നമുക്കറിയാം ഈ താഴോട്ടുള്ള വാക്യങ്ങൾ, ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, പെട്ടെന്ന് അവിടെ വിട്ടുപോകട്ടെ. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, യോനായോട് നീ എവിടുന്ന് വരുന്നു, നിന്റെ പേരെന്താണ്, നീ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ വളരെ ശക്തമായിട്ട് പറയുകയാണ്, ഈ ഭൂമിയെയും ഈ സമുദ്രത്തെയും ഒക്കെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഭജിതാവാണ്, അല്ലെങ്കിൽ അവൻ്റെ ആരാധകനാണ്, അവനെ ആരാധിക്കുന്നവനാണ് ഞാനെന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ തന്നെ അത് അങ്ങനെ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. പക്ഷേ അവന് ചെയ്ത തെറ്റിനെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ അവർ വീണ്ടും നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് താഴെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ ഈ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ അനുഷ്ഠിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ അംഗീകരിക്കാതെ ഉള്ള യാത്രയാണ് അവൻ്റേതെന്ന് അവൻ അവിടെ പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവർ ഏറ്റവും ഭയപ്പെട്ട് നീ അങ്ങനെ ചെയ്തതെന്തേ എന്ന് ആ യോനയോട് ചോദിക്കുവാനായിട്ട് ഇടയാകുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ചീട്ടിടുന്ന ഒരു സംഗതി നമുക്ക് കാണുവാൻ കഴിയും. അത് യോനയുടെ നേർക്ക് വീഴുന്നു. ആ യോനയാണ് അതിൻ്റെ കുറ്റക്കാരൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നു. അവസാനം അവർ യോനയോട് ചോദിക്കുകയാണ്, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, നിന്നോട് ഞങ്ങൾ ഇതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? എൻ്റെ ഒരു ചോദ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവങ്ങളുണ്ടായാലും നാം നടന്നു പോകുമ്പോൾ നമ്മുടെ കാല് കല്ലിൽ തട്ടിയാലും അത് ദൈവം അറിയാതെയല്ല. അപ്പോൾ നാം സഞ്ചരിക്കുന്ന വാഹനം അത് ദൈവം അറിയാതെയല്ല. ഒരിക്കൽ ഞങ്ങൾ റഹബോത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പം യാദൃച്ഛികമായിട്ടാണ് അവിടെയുള്ള മിസ് ട്രഷറിൻ്റെ അടുത്ത് പോകുവാനും പുള്ളിക്കാരി ഞങ്ങളെ പ്രാർത്ഥിച്ച് അയക്കുവാനുമായിട്ട് ഇടയായി. സാധാരണ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ആ സഹോദരി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. പുള്ളിക്കാരി പ്രാർത്ഥിച്ചത് എതിരെ വരുന്ന വാഹനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിച്ചു. നാം സഞ്ചരിക്കുന്ന വാഹനങ്ങളെന്ന് മാത്രമല്ല, ഈ റോഡിലൂടെ ഒഴുകുന്ന എല്ലാ വാഹനങ്ങളെക്കുറിച്ചും അതിൻ്റെ പോക്കിനെക്കുറിച്ചും ഒക്കെ ദൈവത്തിനറിയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ദൈവത്തിന് നമ്മുടെ വഴികൾ അറിയാം, ദൈവത്തിന് നമ്മുടെ സംഭവങ്ങൾ യാദൃച്ഛികമല്ലെല്ലാം ദൈവത്തിനറിയാം. എന്നാൽ നമുക്കിത് അറിയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ഒരു ദൈവഭക്തനാണെങ്കിൽ അവനും അറിയാം. അതുകൊണ്ടാണ് ഇവിടെ യോന ചെയ്തത്, എന്നെ എടുത്ത് കടലിൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നും യാദൃച്ഛികമല്ല, ദൈവം അറിയുന്നുണ്ട് എന്നിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചോദ്യമാണ്, നമുക്കിത് അറിയാമോ? നമുക്കിത് അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അറിയത്തില്ല? നാം ഒരു ദൈവഭക്തനാണെങ്കിൽ, നാം കർത്താവിനെ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം പോലും നാം അറിയാത്തതല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. അത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് അനുവദിച്ചത്. അത് ആ പ്രയാസം ഒരു പ്രയാസമാണെങ്കിൽ ആ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതിന് നാം എന്തെങ്കിലും കാരണക്കാരാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണോ? എൻ്റെ അനുസരണക്കേടാണോ അതിന് കാരണമെന്ന് നാം നമ്മെ വിചിന്തനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ഞാൻ താഴോട്ട് ഒരുപാട് പോകുന്നില്ല. ഇവിടെ നമുക്ക് അവസാനമായിട്ട് കാണുവാൻ കഴിയുന്നത് അവിടെ നിന്ന് കടലിൽ എറിഞ്ഞു കളഞ്ഞ യോനായ്ക്ക് മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് മാനസാന്തരമുണ്ടായി. കർത്താവിൻ്റെ വീണ്ടുമുള്ള അരുളപ്പാടിനെ അനുസരിച്ചുകൊണ്ട് അവൻ നിനവെ പട്ടണത്തിൽ പോയി പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ദൈവത്തിൻ്റെ ഇങ്ങനെയുള്ള പാഠങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മളോടുള്ള ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള സംഘടനകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുമ്പോൾ നാം ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മോട് തന്നെ ചോദിച്ച് നാം അതിനെ മാറ്റം വരുത്തി മാനസാന്തരപ്പെടുവാൻ ഇടയായില്ലെങ്കിൽ, നമുക്കറിയാം ഇവിടെ യോന അവൻ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള പ്രസാദമുള്ള ദൈവമകനായിരുന്നത് കൊണ്ടാണ് അവന് മാനസാന്തരപ്പെടുവാനായിട്ടിടയായി. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ?
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നാം ഒരു പരിഹാരമെന്നുള്ള വണ്ണം അതിനെ മാറ്റി തിരുത്തി ജീവിക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സുണ്ടായില്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കോപം അല്ലെങ്കിൽ അവൻ്റെ പ്രസാദം നമുക്കുണ്ടാകുവാൻ ഇടയാകാതെ പോകും. അങ്ങനെ ഒരിക്കലും വരുവാനായിട്ട് ഇടയാകാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് എനിക്കൊരു ചിന്തയിൽ വന്ന ഒരു ചിന്തയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ സഹോദരൻ്റെ സഭയിൽ നടന്ന ഒരു സംഭവം പറഞ്ഞതാണ്. സഹോദരൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ആ സഭയിലുള്ള ഒരു സഹോദരൻ വളരെ പിന്മാറ്റത്തിലായിരുന്നു. അപ്പോൾ ആ സഹോദരൻ്റെ ഒരു മകൾക്ക് വിവാഹ ആലോചനകൾ വരും. ആ വിവാഹ ആലോചനകളെല്ലാം ആ സഹോദരൻ്റെ സഭക്കാരാണെന്നാണ് പുള്ളി പറയുന്നത്. സഭക്കാരും അല്ലെങ്കിൽ അയൽവക്കക്കാരും ഒക്കെ അത് തട്ടിക്കളയും. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കല്യാണം നടക്കാതെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ആ സഹോദരൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തോട് സംസാരിച്ചു. എന്താണ് അതിന് കാരണം? ആ സഹോദരൻ അല്പം മദ്യപിക്കും. ആ കാരണമാണ് പറഞ്ഞ് ഈ കല്യാണമൊക്കെ ചീറ്റിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും, ഈ പറഞ്ഞ ആളും ഈ പറഞ്ഞ വ്യക്തിയും ഒക്കെ നമ്മുടെ സമീപ സ്ഥലത്തുള്ള ഒരു സഭയാണ്. അദ്ദേഹം എന്നോട് ആളുടെ പേര് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞാലും എല്ലാവർക്കും അതറിയാവുന്ന ഒരാളാണ്. എന്നാൽ അദ്ദേഹം അത് മാറ്റം വരുത്തുവാനായിട്ട് സമ്മതിച്ചു. കാരണം നമ്മുടെ ജീവിതത്തിലും ഈ മദ്യപിക്കും എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ ഒരു കാര്യവും ദൈവം അറിയാത്തയല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും മലർന്നതും നഗ്നവുമായി കിടക്കുന്നതാണ്. നാം പലപ്പോഴും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അത് രഹസ്യമല്ല. ദൈവത്തിന് അറിയാത്ത ഒരു കാര്യവുമില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ നാം നിഷ്കളങ്കരും, ദൈവസന്നിധിയിൽ നാം അത് മനസ്സിലാക്കുന്നു, അത് ദൈവം കാണുന്നു എന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെടുവാനായിട്ട് നമുക്ക് ഇടയാകണം. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടക്കാനിടയായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി. അതുപോലെ അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ കാരണം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നാം ഒരു ദൈവപൈതലാകണം. ദൈവപൈതലാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ നാം ദൈവപൈതലാണോ എന്ന് നാം വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും നാം താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താഴെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, യോന ആ നിനവെ പട്ടണത്തിന് ചെന്നിട്ട് നിനവെ പട്ടണത്തിന് എതിരായി പ്രസംഗിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിനവെ പട്ടണത്തിന് എതിരായി അവിടെ പോയിട്ട് പറയുകയാണ്, ഈ സ്ഥലം 40 ദിവസത്തിനുള്ളിൽ ഇത് നാശം വരുത്തും എന്നാണ് അവിടെ പ്രസംഗിക്കുന്നത്. ഈ കാലഘട്ടം ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നുമില്ല. ഇന്ന് ഉള്ള പ്രസംഗങ്ങളെല്ലാം സന്തോഷിപ്പിക്കുവാനും നന്മയെക്കുറിച്ച് പറയുവാനും അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ദൈവജനത്തിൻ്റെ പാപത്തിൻ്റെ ബോധം വരുത്തുവാനോ, പാപത്തിൻ്റെ ശിക്ഷയുടെ ബോധം വരുത്തുവാനോ, നീതീകരണത്തിൻ്റെ ബോധം വരുത്തുവാനോ ഒന്നും ശ്രമിക്കാത്ത പ്രസംഗങ്ങളും അല്ലെങ്കിൽ വചന ധ്യാനങ്ങളും ഒക്കെയാണ് നാം പലയിടത്തും കേൾക്കുന്നത്. ദൈവവചനത്തിൽ ഒരിക്കലും ഒരിടത്തും അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ഇവിടെ യോന നിനവെ പട്ടണത്തിൽ പോയി പ്രസംഗിച്ചത് നിനവെ പട്ടണത്തിന് എതിരായിട്ടാണ്. അവിടെ പറയുകയാണ്, ഈ സ്ഥലം 40 ദിവസത്തിനകം ഉന്മൂലനാശനം വരുത്തും എന്ന് അവിടെ പറയുകയാണ്. അങ്ങനെ പറയുവാനായിട്ട് നമുക്കും കഴിയണം. നമ്മോട് ഇടപെടുന്ന ആളുകളോട് ദൈവത്തിന് പാപത്തെക്കുറിച്ച് അസന്നിഗ്ധമായി പറയുവാനും പാപത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് വളരെ വിപുലമായ രീതിയിൽ ആ കാര്യങ്ങൾ പറയുവാനുമായിട്ട് നമുക്ക് കഴിയണം. അതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവസാനം യോനായ്ക്ക് അവിടെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിനവെ പട്ടണത്തോടെ ദൈവം കരുണ കാണിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ദൈവം എത്രയോ കരുണാവാനായ ദൈവമാണ്. നാം ഇത്ര അധികം മൂർഖന്മാരായിട്ട് അല്ലെങ്കിൽ നാം ഇത്രയും തെറ്റായ വഴിയിൽ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നിട്ടും പിന്നെയും ദൈവത്തിൻ്റെ കരുണ അത് നമ്മോട് എത്ര അധികമായിരിക്കുന്നു. അവൻ എത്രയോ കരുണാവാനായ ദൈവമാണ്. അതുകൊണ്ടാണ് ഇന്നും നാം അറിഞ്ഞും അറിയാതെയും പല കാര്യത്തിലും നാം തെറ്റിപ്പോയിട്ടും നാം ഇവിടെ വന്ന് നല്ല വേഷം ധരിച്ച് അല്ലെങ്കിൽ നല്ലവർ ചമഞ്ഞിവിടെ ഇരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ രഹസ്യത്തിന് തക്കവണ്ണം നമ്മളോട് കാണിക്കാതെ കരുണാമയനായ ദൈവം ആ കരുണയിൽ നമ്മളെ കരുതുന്നത്
അവൻ്റെ വലിയ കരുണ അതൊന്നുകൊണ്ട് മാത്രമാണ്. ആ കരുണയാണ് നിനവെ പട്ടണത്തോടും ദൈവം കാണിച്ചത്. ദൈവം അനുതപിക്കുന്ന ദൈവം എന്നാണ് അവിടെ കാണുന്നത്. നമുക്കറിയാം, തിരുവചനത്തിൽ പലപ്പോഴും അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അവൻ നിത്യമായിട്ട് അങ്ങനെ കോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് പാപത്തെ വെറുക്കുന്ന, പാപത്തോട് വിരോധം കാണിക്കുന്ന ദൈവത്തിന് പാപത്തെ വെച്ച് വെറുക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. അവനത് വെറുക്കും, കോപിക്കും. എന്നാൽ ആ കോപം ക്ഷണനേരത്തേക്കുള്ളൂ. അവൻ നമ്മളോട് കരുണാവാനായ ദൈവമാണ്. അവൻ എപ്പോഴും നമ്മെ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. അവൻ്റെ കരുണ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ മക്കളെന്നുള്ള രീതിയിൽ നമുക്ക് അവൻ്റെ സന്നിധിയിൽ വരുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും നമ്മൾ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ അധിപനായ ആ പിശാചിൻ്റെ അടിമകളായി പലപ്പോഴും തീരുന്ന, തെറ്റിന് അധീനരായി പോകുന്ന അവസ്ഥകളിൽ അതിൽ നിന്ന് നമ്മെ പിന്നെയും വീണ്ടെടുക്കുവാൻ അവന് കരുണ തോന്നുന്നതിൻ്റെ കാരണം അവന് നമ്മോടുള്ള ആ വലിയ കരുണ ഒന്ന് മാത്രമാണ്. അതിനുശേഷം ഞാൻ അവസാനം യോനായ്ക്ക് ഉള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം. അവന് അത് നോക്കുവാനായിട്ട് അവിടെ ആ പട്ടണത്തിന് പുറത്ത് അവൻ നിൽക്കുമ്പോൾ ഈ നിനവെ പട്ടണത്തിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവന് വളരെ കോപമുണ്ടായി. ആ കോപത്തിൻ്റെ മധ്യത്തിലും അവന് മരിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന വാക്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവനെ സ്വാന്തനപ്പെടുത്താനായിട്ട് ദൈവം അവിടെ ഒരു ആവണക്കിനെ അവന് വേണ്ടി അവിടെ ഒരുക്കുകയാണ്. ആ ആവണക്ക് ഒരു ദിവസം കൊണ്ട് വന്ന് അവന് നല്ല തണലുമൊക്കെ കൊടുത്ത് ആ യോനയ്ക്ക് അവിടെ സുഖമായിട്ട് അവിടെ കഴിയുമ്പോൾ അത് അടുത്ത ദിവസം ആ ആവണക്ക് ഒരു പുഴുവിനെ വിട്ട് വാട്ടിക്കളയുകയാണ് അവിടെ. ആ വാട്ടുമ്പോൾ അവന് ഏറ്റവും വീണ്ടും കോപിഷ്ഠനായി തീരുകയാണ്. അപ്പോൾ ദൈവം അവനോട് യഥാർത്ഥമായിട്ട് ആ നിനവെ പട്ടണത്തോടുള്ള ദൈവത്തിൻ്റെ വീക്ഷണം അവനെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം അവനോട് സംസാരിക്കുന്ന ഒരു രംഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് അത് ഒന്ന് വേർതിരിച്ച് പഠിക്കുകയാണെങ്കിൽ ആവണക്കിനോടുള്ള ബന്ധത്തിൽ യോനയ്ക്ക് ഉള്ള കാര്യങ്ങളും ദൈവത്തിന് നിനവെ പട്ടണത്തോടുള്ള കരുതലും നാം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ യോന എന്തുമാത്രം തെറ്റിപ്പോയി അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. യോന ആവണക്കിനെ കുറിച്ച് കരുതലുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ ആവണക്ക് ഉണങ്ങിപ്പോയപ്പോൾ അവന് വളരെ വിഷമം തോന്നി. അത് അവന് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്, അതിനെ കരുതുന്നവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന ആ നിനവെ പട്ടണത്തോട് ദൈവത്തിന് കരുതൽ ഉള്ള ആവശ്യം ഇല്ലേ? അവിടെ ദൈവം ആ നിനവെ പട്ടണത്തോട് കരുണ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും താഴെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, തൻ്റെ സുഖത്തിലും തൻ്റെ ഭാവിയെക്കുറിച്ചും യോനയ്ക്ക് അതുമാത്രമേ അവന് ചിന്തയുള്ളൂ. അവന് അന്നേരം തണൽ കിട്ടണം, അവന് സുഖമാകണം, അവന് സന്തോഷം വരണം, അവൻ്റെ യാത്ര അല്ലെങ്കിൽ അവൻ്റെ പ്രസംഗത്തിലൊക്കെ അവന് സന്തോഷമുണ്ടാകണം. എന്നാൽ നിനവെ വാസികളെക്കുറിച്ച് ദൈവം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ദൈവത്തിൻ്റെ സൃഷ്ടികളാകുന്ന അവിടെയുള്ള മൃഗങ്ങളെക്കുറിച്ചും അവിടെയുള്ള ജനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം അത് ചിന്താകുലനായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വീണ്ടും ആവണക്ക് ശരിക്കും പറഞ്ഞാൽ അത് യോനയുടെ സൃഷ്ടിയല്ല, അത് തന്നെ ഉണ്ടായി വന്ന. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, സകല മനുഷ്യരും അവൻ്റെ സൃഷ്ടിയാണ്. അവൻ്റെ സൃഷ്ടിയാകുന്ന മൃഗങ്ങളും ജന്തുക്കളും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹമാണ് നിനവെ പട്ടണത്തിലുണ്ടായിരുന്നത്. താഴെ വീണ്ടും അതിനെ ഒന്ന് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ യോന ആവണക്കിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് വാടിപ്പോയി. പക്ഷെങ്കിൽ ദൈവം തെറ്റിപ്പോകുന്ന നിനവെ പട്ടണത്തിന് അവരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ വരെ എത്തി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവർക്ക് വീണ്ടും ഒരു മുന്നറിയിപ്പ് കൊടുക്കുവാനും അവരെ മടങ്ങി വരുവാനായിട്ട് അവസരം കൊടുക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആവണക്ക് താൽക്കാലികമാണെങ്കിൽ നിനവെ വാസികളെക്കുറിച്ച് ദൈവത്തിൻ്റെ നിത്യതയിലുള്ള പദ്ധതിയുള്ള ജനമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഈ ജീവിതയാത്രയിൽ നാം സഞ്ചരിക്കുന്ന യാത്രയിൽ നമുക്ക് പലപ്പോഴും പല വിധത്തിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടാം. എന്നാൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ, ഇത് ദൈവം അറിയാതെയാണോ സംഭവിക്കുന്നത്, ദൈവം അറിയാതെ അല്ല ഒന്നും സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ തന്നെ നാം നമ്മുടെ ജീവിതത്തിലും നാം ഇത് വന്നത് എന്താണെന്ന് നാം ചോദിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ അതൊന്ന് വിചിന്തനം ചെയ്യുന്നവരായി തീരുവാനായിട്ട് ദൈവം ഇടയാക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.